ഹലോ, എല്ലാവർക്കും കഥകളുടെ ലോകമായ ദ ഹെവനോ സ്റ്റോറി ടെല്ലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കഥ തുടരാം. പിറ്റേ ദിവസം വാമി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. എന്നിട്ട് അടുക്കളയിലേക്ക് പോകാൻ തയ്യാറായി. ഋഷിക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന ചിന്ത അവളിൽ നിറഞ്ഞു. അതിനാൽ തന്നെ വേഗം അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. പോകുന്നതിന് മുമ്പ് വാമി ഋഷിയുടെ റൂമിന് നേരെ നോക്കി. അവന്റെ റൂമിന്റെ വാതിൽ അപ്പോഴും അടച്ചു കിടക്കുന്നത് കണ്ട വാമി ഒരു നിശ്വാസത്തോടെ തന്നെ അടുക്കളയിലേക്ക് ചെന്നു. ആദ്യം തന്നെ അവൾ കട്ടൻ കാപ്പി തിളപ്പിച്ചു വെച്ചു. എന്നിട്ട് ഇന്നലെ റവ മേടിച്ചതിനാൽ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അവളെടുത്ത് അരിയാൻ തുടങ്ങി. ഇതേ സമയം ഋഷി തന്റെ റൂമിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ ചുമ്മാ കിടക്കുകയായിരുന്നു. അവൻ എന്തോ വലിയ ചിന്തയിലാണ് എന്ന് തോന്നുന്നു. അവൻ്റെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് 6 മാസം തികച്ച് വീട്ടിൽ ചെന്നിവരുടെ സമ്മതത്തോടെ വിവാഹബന്ധം വേർപെടുത്തണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പലതും ആലോചിച്ച് കിടക്കുമ്പോഴാണ് അവൻ പുറത്ത് സൗണ്ട് കേൾക്കുന്നത്. വാമി എഴുന്നേറ്റോ എന്ന സംശയത്തോടെ തന്നെയാണ് അവൻ പുറത്തേക്ക് വന്നത്. പുറത്തിറങ്ങിയതും അടുക്കളയിൽ നിന്ന് ആണ് സൗണ്ട് എന്ന് മനസ്സിലായ ഋഷി അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന ഋഷി കണ്ട കാഴ്ച കുളിച്ച് മുടിയിൽ തോർത്ത് കിട്ടി കുക്ക് ചെയ്യുന്ന വാമിയായിരുന്നു. മെടിയും ടോപ്പുമാണ് അവളുടെ വേഷം. സോറി. എന്നാൽ അവൻ വന്നത് ഒന്നും അറിയാതെ അവൾ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഋഷി പതിയെ അടുക്കളയിലേക്ക് കയറി. അവൻ വന്നത് കണ്ട വാമി പരിഭ്രമത്തോടെ അവനെ നോക്കി. അത് കണ്ട ഋഷി എന്താണ് എന്ന അർത്ഥത്തിൽ പുരുകം പൊക്കി. അത് മനസ്സിലായ വാമിയാണെങ്കിലോ ചുമ്മാ എന്ന പോലെ കണ്ണുകൾ അടച്ച് കാണിച്ചു. ഒപ്പം തിളപ്പിച്ചു വെച്ച് കട്ടൻ കാപ്പി അവൻ എടുത്തു കൊടുക്കുകയും ചെയ്തു. ഋഷി അവൻ നൽകിയ കാപ്പി മേടിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാമി അവനെ വല്ലായ്മയോടെ നോക്കുകയായിരുന്നു. അത് കണ്ട ഋഷി വാമിയോട് ചോദിച്ചു, എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? അതേട്ടാ, കാപ്പി കൊള്ളുമെന്നറിയില്ല. ഏട്ടന് ഇഷ്ടമുള്ള രീതിയിലല്ല. അവളുടെ വാക്കുകൾക്ക് അവൻ ചെറു പുഞ്ചിരി നൽകുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഒരുമാതിരി ഭാര്യമാരെ പോലെ? നീ എന്തിനാ എൻ്റെ ഇഷ്ടമൊക്കെ നോക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ളത് എന്താണ്? അതാണല്ലോ നീ എനിക്ക് തരാറ്. പിന്നെന്തു പറ്റി ഇങ്ങനെയൊക്കെ? ഋഷിയുടെ വാക്കുകൾ പക്ഷെ വാമിയെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ അവൾ അത് മുഖത്ത് കാണിക്കാൻ ശ്രമിച്ചില്ല. അതിനു പകരം ഒരു ചിരിയോടെ അവൾ അതിനെ ഒഴിവാക്കി വിട്ടു. പിന്നെ വാമി ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ നിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ ചെയ്യുന്നത് നോക്കി ഋഷി കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് കഴുകാനുള്ള പാത്രങ്ങൾ എടുത്ത് കഴുകാൻ തുടങ്ങി. വാമി ആദ്യം അത് ചെയ്യണ്ടെന്ന് പറയാൻ ഓങ്ങിയെങ്കിലും നേരത്തെ അവൻ പറഞ്ഞ വാക്കുകൾ അതവളുടെ ഉള്ളിൽ ഉണ്ടായതിനാൽ തന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അവരിരുവരും വേഗം പോയി കുളിച്ച് റെഡിയായി വന്നു. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇരുവരും സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പഴയതുപോലെ അടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. എന്തോ ഒരു തടസ്സം അവർക്കുള്ളിൽ ഉണ്ടായതുപോലെ. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയത്. ഓഫീസിൽ ചെന്ന ഉടനെ അവർ ഇരുവരും തങ്ങളുടെ ജോലിയിലേക്ക് ഏർപ്പെട്ടു. ജോലിയിലേക്ക് കടന്ന ഋഷിയും വാമിയും പിന്നെ മറ്റൊന്ന് തന്നെ ചിന്തിച്ചിരുന്നില്ല. അവർ തങ്ങളുടെ ജോലിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ സമയം പിന്നെയും കടന്നുപോയി. വൈകുന്നേരം ഇരുവരുടെയും ജോലി കഴിഞ്ഞ് അവർ തിരികെ ഫ്ലാറ്റിലെത്തി. വാമിയായിരുന്നു ആദ്യം ഫ്ലാറ്റിലെത്തിയത്. അവൾ വന്ന ഉടനെ കുളിച്ച് റെഡിയായി കോഫിയും തയ്യാറാക്കി അവന് വേണ്ടി കാത്തിരുന്നു. കാരണം ഇന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ. തലേ ദിവസം പോയി കുറച്ച് എന്തൊക്കെയോ വാങ്ങി എന്നല്ലാതെ ആവശ്യമുള്ള ഒരു സാധനവും വാങ്ങിയിരുന്നില്ല. ഋഷി വന്നപ്പോൾ ഏതാണ്ട് 7 മണിയോളം ആകുന്നുണ്ടായിരുന്നു. അവൻ വന്ന ഉടനെ
റെഡിയായി ഇരിക്കുന്ന വാമിയെ കണ്ടതും അവൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായതിനാൽ തന്നെ ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ അരമണിക്കൂറിൽ തന്നെ അവർ ഇറങ്ങുകയും ചെയ്തു. സൂപ്പർ മാർക്കറ്റിൽ ചെന്നവർ ഏതാണ്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ അവർ വാങ്ങി. എല്ലാം വാങ്ങിച്ച് തിരികെ വരുന്നതിനു മുമ്പ് ഭക്ഷണവും കഴിച്ചു. എന്നിട്ട് തിരികെ ഫ്ലാറ്റിൽ വന്ന് എല്ലാം ഒന്ന് അടുക്കി വച്ച ശേഷം കിടന്നുറങ്ങുകയും ചെയ്തു. ഇങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ വാമയുടെയും ഋഷിയുടെയും ലൈഫ് മുന്നോട്ട് പോയി. അവർക്കുള്ളിൽ ഒരു ഫ്ലാറ്റ് ഒരുമിച്ച് താമസിക്കുന്നു എന്നല്ലാതെ മനസ്സ് തുറക്കുകയോ സന്തോഷമായി ചിരിക്കുകയോ ഒന്നുമില്ല. ആർക്കൊക്കെയോ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രം. സത്യം പറഞ്ഞാൽ അവർ ഇരുവരും ഒരുമിച്ച് ഫ്ലാറ്റിൽ ജീവിക്കുന്നു എന്നല്ലാതെ അവർക്കുള്ളൊരു മാറ്റങ്ങളും ഉണ്ടായില്ല എന്ന് അവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ ഋഷി എവിടെയോ പോകും. എങ്ങോട്ട് പോകുന്നു എന്ന് മാമി ചോദിച്ചാൽ എന്തൊക്കെയോ മറുപടി പറയും. അവന് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് മനസ്സിലായതിനാൽ തന്നെ പിന്നെ മാമിയൊന്നും അവനോട് ചോദിക്കാനും പോയില്ല. അതിനാൽ തന്നെ അവൻ എവിടെ പോവുകയാണ്, എന്ത് ചെയ്യുകയാണോ ഒന്നും അവൾക്ക് അറിയുകയുമില്ലായിരുന്നു. എന്നാൽ അവൻ തിരികെ വരുന്ന സമയങ്ങളിലെല്ലാം ഋഷി വല്ലാതെ സൈലന്റ് ആവുകയും കുറച്ച് ദിവസങ്ങളിൽ അവൻ അവൾക്ക് മൂക്കമായി ഇരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യം മാത്രം ഒഴിച്ചാൽ അവരുടെ ലൈഫിൽ വേറെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു വന്ന് അവർ ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങാൻ പോയി. രാത്രിയായിട്ടും ഋഷി ഉറങ്ങാതെ ഫോണിൽ നോക്കി കിടക്കുകയാണ്. അവൻ അങ്ങനെ കിടക്കുമ്പോഴാണ് അവൻ അറിയുന്നത് പുറത്ത് മഴ പെയ്യുന്നുവെന്ന്. മഴയുടെ ശബ്ദം കേട്ട് ജനലിൽ കൂടെ ഋഷി ആ കാഴ്ച നോക്കി നിന്നു. മഴയുടെ ശബ്ദവും എല്ലാം അവന്റെ മനസ്സിൽ ഒരു വല്ലാത്ത കുളിർമ നൽകുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിലെ വേദന ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള ഒരു തണുപ്പ്. കുറച്ചു നേരം മഴ നോക്കി നിന്ന ഋഷിക്ക് വല്ലാത്തൊരു ദാഹം തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഋഷി റൂമിൽ നിന്നും പുറത്തിറങ്ങി കുറച്ച് വെള്ളം കുടിക്കാൻ തന്നെയായിരുന്നു. വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. വാമിയുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവൾ എവിടെയെന്ന് നോക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് ഹാളിൽ നിന്നും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു ഋഷി. അതിനാൽ തന്നെ ഷർട്ട് പോലും ഇടാതെ ഇരുന്ന ഋഷി മറ്റൊന്നും ചിന്തിക്കാതെ അവിടേക്ക് ചെന്നു. എന്നാൽ അവിടേക്ക് ചെന്ന ഋഷി ദേഷ്യത്തോടെ അങ്ങോട്ട് നോക്കി. കാരണം അവൻ നോക്കുമ്പോൾ മഴ നനഞ്ഞു നിൽക്കുന്ന വാമിയെ കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്നാൽ അപ്പോഴേക്കും വാമി അവനെ കണ്ടിരുന്നു. മഴ നനഞ്ഞുകൊണ്ട് അവൾ ചിരിയോടെ അവളുടെ അടുത്തേക്ക് അവനെ വിളിച്ചു. അവൻ പക്ഷേ അവളെ മഴയിൽ നിന്ന് കയറ്റാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നതായിരുന്നു. പക്ഷെ അവളിലേക്ക് അടുക്കുന്നതനുസരിച്ച് ഋഷിയുടെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. അവൻ പോലും അറിയാതെ നനഞ്ഞു നിൽക്കുന്ന വാമയുടെ ശരീരത്തിൽ അവളുടെ വസ്ത്രങ്ങൾ ഒട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ ദേഹത്ത് എടുത്തു കാണിക്കാൻ എന്ന പോലെ അവൻ കിട്ടിയ താലി അവളുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് അവനിൽ എന്തോ ഒരു ഫീല് തന്നെ ഉണർത്തി. അവൻ പോലും അറിയാതെ അവൻ ആ കാഴ്ചയിൽ തന്നെ തങ്ങി നിന്നു. ഒപ്പം ഋഷി നടന്നു പതിയെ വാമയുടെ അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഇരുവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഇടി മുഴങ്ങിയത്. പെട്ടെന്നായതിനാൽ വാമി ഞെട്ടി പേടിച്ച് ഋഷിയുടെ നെഞ്ചിലേക്ക് മുഖം ചായച്ചു അവനെ കെട്ടിപ്പിടിച്ചു. ഋഷി ആ നിമിഷം തന്നെ അവളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു. ഇരുവരും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് നടക്കുന്നതെന്ന്. എന്നാൽ പക്ഷേ ഋഷിയുടെ നഗ്നമായ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന വാമിയുടെ ശരീരം
വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതേസമയം നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന റോമിയുടെ ശരീരം തൻ്റെ ശരീരത്തിൽ ചേർന്നപ്പോൾ ഋഷിയുടെ ഉള്ളിലും അവൻ പോലും മനസ്സിലാക്കാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ മുട്ടിടാൻ തോന്നി. വികാരങ്ങൾ അറിയാൻ തുടങ്ങി. തുടരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ നാളെ മറ്റൊരു കഥയുമായി വരുന്നത് വരെ കാത്തിരിക്കാം. താങ്ക് യു ഓൾ.